നമസ്കാരം, വെൽക്കം ടു ജോസ് പ്ലാറ്റർ. ഞാൻ ജ്യോത്സ്ന ഗിരീഷ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ് തക്കാളി പച്ചടി. ഇത് തയ്യാറാക്കിയെടുക്കാൻ 5 മിനിറ്റ് മാത്രം മതി. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് റെസിപ്പി കണ്ടാലോ? ഈ പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ തക്കാളിയാണെങ്കിൽ 1 മതിയാവും. ഇനി തീരെ ചെറിയ തക്കാളിയാണെങ്കിൽ 3 എണ്ണം വേണ്ടി വരും. ഇത് അത്യാവശ്യം പഴുത്ത തക്കാളിയാണ്. ഈ തക്കാളി രണ്ടും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയന്റ് വലിയ ഉള്ളിയാണ്, അതായത് സവാള. ഇതൊരു മീഡിയം സൈസ് ഉള്ളിയാണ്. ഇതും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇത് നമ്മളുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഈ തക്കാളിയുടെ കൂടെ ചേർത്തിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു പച്ചമുളക് കഷ്ണങ്ങളാക്കിയത് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ 2-3 സെക്കൻഡ് നേരം മാത്രം ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മളുടെ തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ നന്നായി ക്രഷായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് അരയാൻ പാടില്ല. നമ്മളുടെ പച്ചടിക്ക് ഒരു യോജിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോ അതാ ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മോര് അല്ലെങ്കിൽ തൈര് ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. പച്ചടിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വെള്ളത്തിന് പകരം തൈര് അല്ലെങ്കിൽ മോര് ചേർത്ത് അരയ്ക്കുന്നത്. ഇതിലേക്ക് ആദ്യം 1/4 കപ്പ് മോരൊഴിച്ച് അരച്ചെടുക്കാം. ഇതിനല്പം പുളി കുറവാണ്, അതുകൊണ്ട് 1/4 കപ്പ് മോര് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ നമ്മളിപ്പോൾ ആകെ 1/2 കപ്പ് മോരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം പുളിയുള്ള മോരാണ്. ഇതിന് പകരം 1/2 കപ്പ് തൈര് ഉപയോഗിച്ചാലും മതി. ഈ തേങ്ങ ഇപ്പൊ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തതിന് ശേഷം ഇത് അധികം അരയ്ക്കാൻ പാടില്ല. കാരണം കടുക് അധികം അരഞ്ഞാല് പച്ചടിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് കടുക് ഈ തേങ്ങയുടെ കൂടെ ഒന്ന് ക്രഷായി മിക്സ് ആവാനേ പാടുള്ളൂ. ഇത് 6-7 സെക്കൻഡ് നേരം മാത്രം പൾസ് ബട്ടൺ ഉപയോഗിച്ച് അടിച്ചെടുത്താൽ മതി. നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1/2 ടീസ്പൂൺ കടുക് എടുത്ത് അത് നന്നായി ഒന്ന് പൊടിച്ചതിന് ശേഷം പച്ചടിയിൽ ചേർത്താലും മതി. ഇത് നോക്കൂ, കടുക് നന്നായി ക്രഷ് ആയിട്ടുണ്ട്, പക്ഷെ അരഞ്ഞിട്ടില്ല. ഇപ്പോൾ കടുകിന്റെ നല്ല ഫ്ലേവറും വരുന്നുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. തേങ്ങയും ഈ ഒരു പാകത്തിൽ അരച്ചാൽ മതി. നല്ല മഷി പോലെയൊന്നും അരയേണ്ട ആവശ്യമില്ല. ഇതിനി നമുക്ക് തക്കാളി ഉള്ളി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം മിക്സിയുടെ ജാറിൽ കുറേശ്ശെയായി ചേർത്ത് മിക്സിയുടെ ജാർ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഈ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും വെള്ളം മതി കേട്ടോ, ഇനി വെള്ളം ചേർക്കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇതിലിപ്പോ ഉപ്പും എരിവും പുളിയൊക്കെ നല്ല പാകമാണ്. അടുത്തത് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 വറ്റൽമുളക് ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ കുറേശ്ശെ ബ്രൗൺ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് തേങ്ങയുടെ കളറൊക്കെ മാറി ബ്രൗൺ കളറായി നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തക്കാളി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാനും മറക്കരുതേ.
അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു.